ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്നാ ഉണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നോ? അപ്പോൾ ഇന്ന് നമുക്ക് ഒരു എഗ്ഗ് കറി ഉണ്ടാക്കി നോക്കിയാലോ? അതിനായിട്ട് ഫസ്റ്റ് നമ്മുടെ പാൻ ചൂടാക്കുക. ഇതിലേക്ക് നമ്മൾ ശുദ്ധമായിട്ടുള്ള കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇത്രയും കടുക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ കടുക് പൊട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എമ്മി ആയിട്ടുള്ള ഒരു എഗ്ഗ് കറിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഒരു വെറൈറ്റി എഗ്ഗ് കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള നല്ല നല്ല ടേസ്റ്റി റെസിപ്പീസ് ഞാൻ എൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും അത് കാണണേ. ഇനി നമുക്ക് കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിലേക്ക് സവാള കുനുകുനാന്ന് നമ്മൾ അരിഞ്ഞു കൊടുത്തിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു 2 സവാളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ പ്രോൺസ് മസാല, പിന്നെ നമ്മുടെ തനി നാടൻ ഫിഷ് കറി, ഫിഷ് ഫ്രൈ, മത്തങ്ങ എരിശ്ശേരി, അപ്പോൾ അങ്ങനത്തെ നല്ല നല്ല ഡിഷസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ സവാള പെട്ടെന്ന് വഴണ്ടി വരാനായിട്ട് നമ്മൾ കുറച്ച് സോൾട്ട് ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയും തന്നെ ഇത് വഴണ്ടി വരട്ടെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ്, എൻ്റെ നല്ല നല്ല റെസിപ്പീസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ സാധാ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളിത് അരച്ചാണ് ഈ എഗ്ഗ് കറി വെക്കുന്നത്. അപ്പോൾ ഇതൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് അതുകൊണ്ട് ഇതുപോലെ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് നമ്മളിതിലേക്ക് ടൊമാറ്റോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ടൊമാറ്റോ ഒന്ന് ഉടച്ച് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ബാക്കി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചേർക്കുന്നത് ടർമറിക് പൗഡറാണ്. ഒരു 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ ചേർത്ത് കൊടുക്കുക. ദെൻ അതിന് ശേഷം നമുക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർക്കാം. പിന്നെ ഗരം മസാല ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ചേർക്കാനുള്ളത് ചില്ലിയാണ്. അപ്പോൾ അത് എരിവ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം എരിവ് കൂടുതൽ വേണ്ടുന്നവർക്ക് എരിവുള്ള ചില്ലി പൗഡർ യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പെപ്പർ പൗഡർ ചേർത്തിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മളിതിൽ നിന്ന് ആറാനായിട്ട് വെക്കുക. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ മാറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മിക്സിയുടെ ജാറിൽ ഇതിനെ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് അരച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്കിതിന് വെള്ളവും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. നല്ല മഷി പോലെ അല്ലേ അരച്ചെടുക്കുക. ഇനി നമ്മൾ നേരത്തെ വഴറ്റിയ ആ പാൻ തന്നെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് കോക്കനട്ട് ഓയിലല്ല, പകരം ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കറിക്ക് കുറച്ചും കൂടി വേറൊരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ബട്ടർ ഒന്ന് ഉരുകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ച് കടുക്, നമ്മൾ ഓൾറെഡി നേരത്തെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, എങ്കിലും കുറച്ച് കടുകും കൂടെ നമുക്കിവിടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ള എഗ്ഗ് കറിയാണ്. ഇനി നമുക്കിതിലേക്ക് ജിഞ്ചറും ഗാർലിക്കും പേസ്റ്റ് ആക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്.
അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലെയിം ലോ ആക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി അവിടെ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ മിക്സിയിൽ, ആ അരപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ആ മണമൊക്കെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടെ കൂട്ടാനായിട്ട് ഞാനിവിടെ കുറച്ച് കാഷ്യൂനട്ട് അരച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഒർഗാനോ. അപ്പോൾ അത് നല്ലൊരു മണവും ഫ്ലേവറും ഒക്കെ നമുക്ക് തരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു നുള്ള് ഒർഗാനോ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതിനോട്ട് കാഷ്യൂനട്ട് അരച്ചത് ഒരു പിടി കാഷ്യൂനട്ട് അരച്ചത് നമ്മളെന്ത് ചേർക്കുക, ഇതിൽ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റി റെസിപ്പി ആയിട്ട് ഇത് മാറും ഈ കാഷ്യൂനട്ടൂടെ ചേർക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് നമ്മൾ ചേർക്കേണ്ടത്, നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ നമ്മുടെ എഗ്ഗ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എഗ്ഗ് നമ്മൾ ചേർക്കുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് നൈഫ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ മസാലയൊക്കെ അതിനകത്തോട്ട് അതിൻ്റെ ഉള്ളിലും കൂടെ ചെന്ന് നല്ലതായിട്ടൊന്ന് പിടിക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എഗ്ഗ് ഇങ്ങനെ വരഞ്ഞിട്ടാണ് ഓരോ എഗ്ഗ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിന് ജസ്റ്റ് ഒന്ന് അതിനകത്ത് മസാലയൊക്കെ ഒന്ന് പിടിച്ച് അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം അല്ലേ. വളരെ ടേസ്റ്റി യമ്മി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു ഡിഷാണ് അല്ലേ, ഒരു വെറൈറ്റി അല്ലേ. ഇപ്പോൾ എന്നും ഒരു സെയിം എഗ്ഗ് കറി കഴിച്ചുകൊണ്ടിരിക്കാതെ ഇങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ എഗ്ഗ് കറി നല്ലതായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കറി ലീവ്സ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, മറക്കാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.